How are you all? Fine. Did you have your breakfast? Breakfast കഴിച്ചോ എല്ലാരും? കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ ഇരിക്കുന്നത്? Okay, good. Today we are going to learn GK. ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? GK ആണ്. Last class we learned a lesson flag quiz. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ഏത് ലെസണാണ് പഠിച്ചത്? Flag quiz. അതിൽ നമ്മൾ എന്താ പഠിച്ചത്? Name of some countries and their flag. Isn't it? Today we are going to learn a new lesson. India quiz. ഇതും ക്വിസ് ആണ്. കഴിഞ്ഞ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ക്വിസ് ആണ്. ഇന്ത്യയെ കുറിച്ചുള്ള ക്വിസ് ആണ്. Which is our country? Yes, India. അപ്പോൾ ക്വിസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമ്മുടെ രാജ്യത്തെ കുറിച്ചാകുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും അല്ലേ അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഹാർഡ് വേർഡ്സിലേക്ക് പോവാം. അത് കഴിഞ്ഞ് ലെസണിലേക്ക് പോകാം. ഹാർഡ് വേർഡ്സ് നോക്കിയാലോ? ഓക്കെ. ലെസൺ 3 ഇന്ത്യ ക്വിസ്. This is the name of a person. Bankim Chandra Chatterjee. Bankim Chandra Chatterjee. ഇത്തിരി ലോങ് ആയിട്ടുള്ള പേരാണ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പഠിക്കാൻ ഈസിയാണ്. ബങ്കിം BANKIM. ബാങ്ക് അറിയാലോ, അതിനോട് IM ചേർത്താൽ മതി. ബങ്കിം ചന്ദ്ര. ച വരുമ്പോൾ CHA. ചന്ദ്ര NDRA. ചന്ദ്ര ചാറ്റർജി. CHA വീണ്ടും CHA. ചാറ്റർജി TTERJEE. ബങ്കിം ചന്ദ്ര ചാറ്റർജി. നെക്സ്റ്റ് ഈസ് ജനഗണമന. ഈസിയാണ്, കുറച്ച് ലോങ് ആണെങ്കിലും ഈസിയാണ്. ജന JANA. ഗണ GANA. മന MANA. ഓക്കെ, ജനഗണമന. ഹിന്ദി എല്ലാവർക്കും അറിയാം. HINDI. The Vedas. The THE. Vedas. ഈസിയാണ്. VE Vedas. DAS. Vedas. ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ എന്നും കൂടെ എഴുതുക. അപ്പൊ ഇന്ത്യൻ റുപ്പി. RUPPEE. ഇന്ത്യൻ റുപ്പി. ഓക്കെ, ടെക്സ്റ്റിലേക്ക് പോയാലോ? ലെസൺ 3 ഇന്ത്യ ക്വിസ്. ഇന്ത്യ ഈസ് എ സബ് കോണ്ടിനെന്റ്. കോണ്ടിനെന്റ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കോണ്ടിനെന്റ്, ഭൂഖണ്ഡം. ഇതെന്താ? ഇന്ത്യ എന്താണ്? സബ് കോണ്ടിനെന്റ്, ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യ ഈസ് എ സബ് കോണ്ടിനെന്റ്. ഇറ്റ് ഈസ് എ വെരി ഓൾഡ് കൺട്രി. വളരെ പഴയ ഒരു രാജ്യമാണ് ഇന്ത്യ. ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഫോളോ വേരിയസ് വേസ് ഓഫ് ലൈഫ്. ഇന്ത്യയുടെ ജനങ്ങളുണ്ടല്ലോ, ഇന്ത്യയിലുള്ള ജനങ്ങൾ, അവരുടെ ലൈഫ് സ്റ്റൈല് വ്യത്യസ്തമായിരുന്നു. ഒരാളുടെ ലൈഫ് സ്റ്റൈലല്ല വേറൊരാൾ. അതാണ് എന്ത്? ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഫോളോ വേരിയസ് വേസ് ഓഫ് ലൈഫ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ അറ്റ് ദ ബോട്ടം. ഇവിടെ എന്തോ ഫില്ല് ചെയ്യണം കേട്ടോ. ക്വിസാണ്, ഫില്ല് ചെയ്യണം. അതെന്താണ്? ക്ലൂസ് ഉണ്ട്. ക്ലൂസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്ത് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെസണിലേക്ക് പോയാലോ? വന്ദേ മാതരം written by dash is our national song. Which is our national song? വന്ദേ മാതരം. Who written വന്ദേ മാതരം? ആരാണ് വന്ദേ മാതരം എഴുതിയത്? നമ്മുടെ നാഷണൽ സോങ് എഴുതിയത്? യെസ്, നമുക്ക് നോക്കാം. ഇവിടെ ക്ലൂസിൽ നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. സ്പെല്ലിംഗ് നോക്കൂ. BANKIM CHANDRA CHATTERJEE. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇവിടെ നിങ്ങൾ എഴുതണം. ബങ്കിം ചന്ദ്ര ചാറ്റർജി നിങ്ങൾ എഴുതണം. എഴുതുമല്ലോ. അവർ നാഷണൽ ആന്തം. You know which is our national anthem? Yes, ജനഗണമന. ഇവിടെ ഉണ്ട് ജനഗണമന. JANAGANAMANA. ജനഗണമന. അപ്പോൾ ഇവിടെ എഴുതണം.
അവർ നാഷണൽ ആന്തം ഈസ് ജനഗണമന. എഴുതണം കേട്ടോ, നിങ്ങൾ ഇതുപോലെ ഫില്ല് ചെയ്യണം. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ കറൻസി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കറൻസി. ഇന്ത്യയുടെ കറൻസി ഏതാണ്? ഇന്ത്യയുടെ മണി ഏതാണ്? ഇന്ത്യൻ റുപ്പി. INDIANRUPEE. ഈസി അല്ലേ? ആ ഇന്ത്യൻ റുപ്പി എന്ന വേർഡ് ഇവിടെ എഴുതണം. ഇന്ത്യൻ റുപ്പി ഈസ് ദ കറൻസി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ റുപ്പി. നെക്സ്റ്റ് ഈസ് നമ്പർ 4. ഡാഷ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ കൂടുതലായിട്ട് സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഇന്ത്യയിൽ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. നമ്മുടെ ഭാഷ ഏതാണ്? വിച്ച് ഈസ് അവർ ലാംഗ്വേജ്? യെസ്, മലയാളം. അപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ പേര് സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിക്കണം. ഹിന്ദി. HINDI. ഹിന്ദി ഇവിടെ എഴുതണം. ഹിന്ദി ഈസ് ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. ദ നെക്സ്റ്റ് ഈസ് നമ്പർ 5. ദ ഓൾഡസ്റ്റ് ഇന്ത്യൻ ടെക്സ്റ്റ്സ് ആർ ഡാഷ്. ഇന്ത്യയുടെ പഴയ ഒരു പുസ്തകത്തിൻ്റെ പേര് പറയണം. ഏതാണ്? ദ വേദാസ്. ദ വേദാസ്. THEVEDAS. ദ ഓൾഡസ്റ്റ് ഇന്ത്യൻ ടെക്സ്റ്റ്സ് ആർ ദ വേദാസ്. നിങ്ങളിത് എഴുതണം. ഈ വേദാസ് ഉണ്ട്, ദ വേദാസ് ഉണ്ടല്ലോ, അത് നമ്മൾ പറയുന്നത് എന്താണ്? വേദ പുസ്തകം എന്ന് പറയും. ഇതെന്താണ്? ഹിന്ദുക്കളുടെ ഒരു പഴയ പുസ്തകമായിരുന്നു. വേദ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ജ്ഞാനം, അറിവ്. നമുക്കെന്താണ്? ഒരുപാട് അറിവുകൾ ഈ ബുക്കിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചാലോ? വന്ദേ മാതരം written by Bankim Chandra Chatterjee is our national song. Our national anthem is Jana Gana Mana. Dash is the currency of India. Indian rupee is the currency of India. Hindi is the most widely spoken language of India. The oldest Indian texts are the Vedas. Okay. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് വായിച്ച് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യണം. 1 മുതൽ 5 വരെയുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. നന്നായിട്ട് പഠിക്കണം നിങ്ങൾ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഹാർഡ് വേർഡ്സ് നോട്ടിൽ എഴുതിയാലോ? Lesson 3. India Quiz. Bankim Chandra Chatterjee. BANKIMCHANDRA. Chatterjee. CHATTERJEE. Jana Gana Mana. JANAGANAMANA. Hindi. HINDI. Indian rupee. INDIANRUPEE. The Vedas. THEVEDAS. നിങ്ങൾ എന്താണ് ഇത് GK നോട്ടിൽ എഴുതണം, റഫ് നോട്ടിൽ എഴുതി ഇതിൻ്റെ സ്പെല്ലിങ്ങുകൾ പഠിക്കണം. പിന്നെന്താണ്? ടെക്സ്റ്റിലുണ്ട്, ഫില്ല് ചെയ്യാനുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. ഗ്രൂപ്പിൽ ഫോട്ടോസ് ഇടണം. ഓക്കെ ചിൽഡ്രൻ, ബൈ. Good morning, my dear children. How are you? Fine. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സേഫ് ആണല്ലോ? എല്ലാവരും വീട്ടിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുകയാണല്ലേ? ഓക്കെ, നമുക്ക് ടീച്ചർ നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഒരുപാട് സമയം കളയാനില്ല. എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ട് പഠിക്കാനൊക്കെ തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളമാണ്. എന്താണ് മലയാളം? അതിന് മുമ്പ് ടീച്ചർ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ ശ്രമിക്കുക. What day is today? Today is 36/2021. 36 June മാസമാണ് 2021. Which day is today? Today is Wednesday. Wednesday പറയുമ്പോൾ ബുധനാഴ്ച. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അതിൽ ഇന്നത്തെ ദിവസം ബുധനാഴ്ച, വെഡ്നെസ്ഡേ. മലയാളമാണ് ഇതിന്റെ സബ്ജക്ട്.
ഓക്കെ, നമ്മൾ ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു തീറ്റ കഥ എന്ന് പറയുന്ന ലെസൺ, ഒരു ആഹാര ശൃംഖല അല്ലേ. ആരൊക്കെയാണ്? പുൽച്ചാടി, ഓന്ത്, പാമ്പ്, പിന്നെ ആരാണ്? പരുന്ത്. ഇങ്ങനെ 4 പേര് പരസ്പരം ആഹാരത്തിന് ചെയ്യുന്നതാണ്. പുൽച്ചാടി ഓന്തിനെ ഭക്ഷിച്ചു, ഓന്തിനെ പാമ്പ് ഭക്ഷിച്ചു, പാമ്പിനെ ആര് ഭക്ഷിച്ചു? അപ്പൊ എന്താണ്? പുൽച്ചാടി അല്ലേ. ആ പുൽച്ചാടി ആര് കഴിച്ചു? ഓന്ത് കഴിച്ചു. ആ ഓന്തിനെ ആര് ഭക്ഷിച്ചു? പാമ്പ് ഭക്ഷിച്ചു. പാമ്പിനെ ആര് ഭക്ഷിച്ചു? പരുന്ത് ഭക്ഷിച്ചു. അങ്ങനെ ഒരു ആഹാര ശൃംഖല തന്നെ നമ്മൾ പഠിച്ചു. നല്ല രസകരമായ കഥയായിരുന്നു അത്. ഇന്ന് ടീച്ചർ അതിന്റെ നോട്ട് കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിവിധ പദവും അർത്ഥവും തന്നു. ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ തിരിച്ചെഴുതുകയെല്ലാം നമുക്ക് എഴുതാം. ഈ ക്ലാസ്സിൽ നമുക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അത് പഠിച്ചതിന് ശേഷം അതിന്റെ ടെസ്റ്റ് പേപ്പർ ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് പുതിയ ലെസൺ തുടങ്ങാം. നോട്ട് നോക്കാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഈ നോട്ട് രണ്ടും തന്നതാണ്. നല്ല ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യും ഈ ക്ലാസ്സിൽ. അർത്ഥം എഴുതുക. മനോരാജ്യം സ്വപ്നം, ഉടൽ ശരീരം, തീറ്റ ആഹാരം, വിപരീതം ഫലം വിഫലം, ഉദിക്കുക അസ്തമിക്കുക, സന്തോഷം സന്താപം. ഒന്നുകൂടെ പറയാം. മനോരാജ്യം സ്വപ്നം, ഉടൽ ശരീരം, തീറ്റ ആഹാരം, വിപരീതം ഫലം വിഫലം, ഉദിക്കുക അസ്തമിക്കുക, സന്തോഷം സന്താപം. അടുത്ത് നോക്കൂ. പര്യായ പദം എഴുതുക. എന്താണ് പര്യായം എന്ന് പറഞ്ഞാൽ? ഒരു വാക്കിന് ഒരുപോലത്തെ 2 അർത്ഥങ്ങൾ വരുന്നതാണ് പര്യായം. ആകാശം, വാനം, ഗഗനം. ആകാശത്തിന്റെ അർത്ഥം എന്താണ്? വാനം എന്നും ഗഗനം എന്നും അർത്ഥമുണ്ട്. വാനം എന്ന് പറഞ്ഞാൽ ആകാശമാണ്, ഗഗനം എന്ന് പറഞ്ഞാലും ആകാശം. അപ്പം ആകാശം, വാനം, ഗഗനം. വെയിൽ, ആതപം, പ്രകാശം. ആതപം, പ്രകാശം. ആതപം എന്ന് പറഞ്ഞാലും വെയിലാണ്, പ്രകാശം എന്ന് പറഞ്ഞാലും വെയിലാണ്. കാറ്റ്, അനിലൻ, മാരുതൻ. പാമ്പ്, പന്നകം, ഉരകം. അടുത്തെന്താണ്? മഞ്ഞ്, ഹിമം, തുഷാരം. ഇല, പത്രം, പർണം. ഒന്ന് ടീച്ചർ വായിക്കാം. ആകാശം, വാനം, ഗഗനം. വെയിൽ, ആതപം, പ്രകാശം. കാറ്റ്, അനിലൻ, മാരുതൻ. പാമ്പ്, പന്നകം, ഉരകം. മഞ്ഞ്, ഹിമം, തുഷാരം. ഇല, പത്രം, പർണം. അടുത്ത് പിരിച്ചെഴുതുക. എന്താണ് പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ? ഒരു വാക്ക് തന്നിട്ട് അതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതിനാണ് പിരിച്ചെഴുതുക എന്ന് പറയുന്നത്. എന്തെങ്കിലും, എന്തെങ്കിലും എങ്ങനെ പിരിച്ചെഴുതാം? എന്ത് പ്ലസ് എങ്കിലും, എന്തെങ്കിലും. കണ്ടോ? എന്തെങ്കിലും എന്ന് പറഞ്ഞ വാക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് പ്ലസ് എങ്കിലും. അടുത്ത രണ്ടാമത്തെ പാണൽ ചെടി. പാണൽ പ്ലസ് ചെടി, പാണൽ ചെടി. പാണൽ ചെടി നോക്കൂ. പാണൽ ചെടി ചായാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. പക്ഷെ അത് പിരിച്ചെഴുതിയപ്പോൾ നോക്കൂ. പാണൽ പ്ലസ് ചെടി. ചല്ല സിംഗിൾ ലെറ്ററാണ് എഴുതിക്കുന്നത്. ചെടി. കണ്ടോ? പാണൽ പ്ലസ് ചെടി. ഒരടി, ഒരു പ്ലസ് അടി, ഒരടി. ഒന്നുകൂടെ പറയാം. എന്തെങ്കിലും, എന്ത് പ്ലസ് എങ്കിലും. പാണൽ ചെടി, പാണൽ പ്ലസ് ചെടി. ഒരടി, ഒരു പ്ലസ് അടി, ഒരടി. അടുത്തത് പുല്ലല്ല്. പുല്ല് പ്ലസ് അല്ല്, പുല്ലല്ല്. അടുത്ത് ചേർത്തെഴുതുക. 2 സ്പ്ലിറ്റ് ചെയ്ത് 2 വാക്കുകൾ തന്നിരിക്കും. അത് ഒറ്റ വാക്കാക്കി എഴുതണം. നമ്മൾ നേരത്തെ പഠിച്ചത് ഒറ്റ വാക്ക് തരും, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെഴുതണം. ഇപ്പോൾ ചേർത്തെഴുതുക എന്ന് പറയുമ്പോൾ 2 വാക്കുകൾ തന്നിരിക്കും, അത് ചേർത്തെഴുതണം. ഇളകി പ്ലസ് ആടി, ഇളകി ആടി. അങ്ങനെ ഇളകി പ്ലസ് ആടി, ഇളകി ആടി. തല പ്ലസ് ഇൽ, തലയിൽ. കണ്ടോ? തല പ്ലസ് ഇൽ. പിരിച്ചെഴുതിയപ്പോൾ നമുക്ക് തല കഴിഞ്ഞിട്ട് ഈ ആണ് വന്നിരിക്കുന്നത് അല്ലേ. ചേർത്തെഴുതിയപ്പോൾ യായും വള്ളിയും കൂടിയാണ് വന്നിരിക്കുന്നത്. തലയിൽ. പന പ്ലസ് ഉടേ, പനയുടെ. പന പ്ലസ് ഉടേ, പനയുടെ. തീരാത്ത പ്ലസ് അത്ര, തീരാത്ത എത്ര. തീരാത്ത പ്ലസ് അത്ര, തീരാത്ത എത്ര. ഒന്നുകൂടെ. ഇളകി പ്ലസ് ആടി, ഇളകിയാടി. തല പ്ലസ് ഇൽ, തലയിൽ. പന പ്ലസ് ഉടേ, പനയുടെ. തീരാത്ത പ്ലസ് അത്ര, തീരാത്ത എത്ര. അടുത്ത വിഗ്രഹിക്കുക. മഞ്ഞുതുള്ളി, മഞ്ഞിന്റെ തുള്ളി. മഞ്ഞിന്റെ തുള്ളിയാണല്ലോ നമ്മൾ മഞ്ഞുതുള്ളി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ മഞ്ഞുതുള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹിച്ച് എങ്ങനെ പറയും? മഞ്ഞിന്റെ തുള്ളി. അടുത്ത് നോക്കൂ. പുൽനാമ്പ്, പുല്ലിന്റെ നാമ്പ്. പുല്ലിന്റെ അഗ്രം, അഗ്രഭാഗത്തിനാണ് നമ്മൾ നാമ്പ് എന്ന് പറയുന്നത്. പുൽനാമ്പ്, പുല്ലിന്റെ അഗ്രം. ഇനി ആഹാര ശൃംഖല. ആഹാര ശൃംഖല എന്താണ്? ആഹാരത്തിന്റെ ശൃംഖല. ആഹാര ശൃംഖല, ആഹാരത്തിന്റെ ശൃംഖല. ഒന്നുകൂടെ. പുൽനാമ്പ്, പുല്ലിന്റെ നാമ്പ്. ആഹാര ശൃംഖല, ആഹാരത്തിന്റെ ശൃംഖല. അടുത്ത ഉത്തരം എഴുതുക. 1. പുൽച്ചാടി സന്തോഷത്തോടെ നൃത്തം വച്ചതെന്തുകൊണ്ട്? പുൽച്ചാടി സന്തോഷത്തോടെ
സന്തോഷത്തോടെ നൃത്തം വെച്ചതെന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? പുൽനാമ്പുകളും ഇളം പുല്ലിൻ്റെ പച്ച നിറവും കണ്ടിട്ടാണ് പുൽച്ചാടി നൃത്തം വെച്ചത്. ടീച്ചർ വളരെ സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. പുൽനാമ്പുകളും ഇളം പുല്ലിൻ്റെ പച്ച നിറവും കണ്ടിട്ട് അല്ലേ, എന്നിട്ട് അത് കറുമുറ തിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിന് ഭയങ്കര സന്തോഷമായത്. പിന്നെ ഇത് സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യാൻ തുടങ്ങിയത്. പുൽനാമ്പുകളും ഇളം പുല്ലിൻ്റെ പച്ച നിറവും കണ്ടിട്ടാണ് പുൽച്ചാടി നൃത്തം വെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പാമ്പ് ഓന്തിനെ പിടിച്ചത് എങ്ങനെ? പാമ്പ് എങ്ങനെ ഓന്തിനെ പിടിച്ചു? പാമ്പ് വാലുകൊണ്ട് ഒരടി, ഉടൽ കൊണ്ടൊരു ചുറ്റൽ ചുറ്റി, ഞെക്കിയമർത്തി അല്ലെ, ഞെക്കിയമർത്തി ഓന്തിനെ പിടിച്ചു. എന്ത് ചെയ്തു? പാമ്പ് വാലുകൊണ്ട് ഒരടി കൊടുത്തു ഓന്തിന്. പിന്നീട് എന്ത് ചെയ്തു? ഉടൽ കൊണ്ടൊരു ചുറ്റൽ ചുറ്റി, പാമ്പിന്റെ ഉടൽ കൊണ്ട് ഓന്തിനെ ചുറ്റി പിടിച്ചു. ഞെക്കിയമർത്തി, എന്താ ഓന്തിന് ശ്വാസം ഇടാൻ പോലും പറ്റിയില്ല. ഞെക്കിയമർത്തി ഓന്തിനെ പിടിച്ചു. അവന്റെ തലയും ഉടലും വിഴുങ്ങി. ഇങ്ങനെയാണ് പാമ്പ് ഓന്തിനെ പിടിച്ചത്. എങ്ങനെയാണ്? പാമ്പ് വാലുകൊണ്ട് ഒരടി, ഉടൽ കൊണ്ടൊരു ചുറ്റൽ ചുറ്റി, ഞെക്കിയമർത്തി ഓന്തിനെ പിടിച്ചു. അവന്റെ തലയും ഉടലും എന്ത് ചെയ്തു? വിഴുങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ. ഓന്തിന്റെ പ്രത്യേകത എന്ത്? ഓന്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്കെല്ലാം അറിയാലോ. ഓന്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സാഹചര്യത്തിനനുസരിച്ച് അതിന് നിറം മാറ്റാനുള്ള കഴിവുണ്ട്. എന്താണ്? ഓന്തിന് അതിൻ്റെ സാഹചര്യം അനുസരിച്ച് നിറം മാറ്റാനുള്ള കഴിവെന്നുള്ള പറയാം. ഓന്തിന് അതിൻ്റെ സാഹചര്യം അനുസരിച്ച് നിറം മാറ്റാനുള്ള കഴിവ് ഉണ്ട്. ഇതാണ് ഓന്തിൻ്റെ പ്രത്യേകത. അടുത്ത, പരുന്തിൻ്റെ പ്രത്യേകത എന്ത്? ഓന്തിനെ പോലെ തന്നെ പരുന്തിന് ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? പരുന്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ശക്തി വളരെ കൂടുതലാണ്. ഇതാണ് പരുന്തിൻ്റെ പ്രത്യേകത. എന്താണ്? പരുന്തിൻ്റെ കണ്ണുകൾ കൊണ്ടല്ലോ കാഴ്ചശക്തി വളരെ കൂടുതലാണ് കേട്ടോ. അത് വളരെ ദൂരെയാണെങ്കിൽ പോലും തൻ്റെ ഇരയെ അടുത്തുന്നതുപോലെ കാണും. അതുകൊണ്ടാണല്ലോ ദൂരെ മുകളിൽ ആകാശത്ത് പറന്നിരുന്ന പരുന്ത് പുൽച്ചാടി നമ്മുടെ പാണൽ ചെടിയുടെ ഇടയിൽ കിടന്ന പാമ്പിനെ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി കിടന്നിരുന്ന പാമ്പിനെ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് പരുന്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി വളരെ കൂടുതലാണ്. ഇതാണ് പരുന്തിൻ്റെ പ്രത്യേകത. മനസ്സിലായോ എല്ലാവർക്കും? ടീച്ചർ ക്വസ്റ്റ്യൻ സ്വതന്ത്രം വായിച്ചേരട്ടെ. പുൽച്ചാടി സന്തോഷത്തോടെ നൃത്തം വെച്ചത് എന്തുകൊണ്ട്? പുൽനാമ്പുകളും ഇളം പുല്ലിൻ്റെ പച്ച നിറവും കണ്ടിട്ടാണ് പുൽച്ചാടി സന്തോഷത്തോടെ നൃത്തം വെച്ചത്. 2. പാമ്പ് ഓന്തിനെ പിടിച്ചത് എങ്ങനെ? പാമ്പ് വാലുകൊണ്ടൊരടി, ഉടൽ കൊണ്ടൊരു ചുറ്റൽ ചുറ്റി, ഞെക്കിയമർത്തി ഓന്തിനെ പിടിച്ചു. അവന്റെ തലയും ഉടലും വിഴുങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓന്തിന്റെ പ്രത്യേകത എന്ത്? ഓന്തിന് അതിൻ്റെ സാഹചര്യം അനുസരിച്ച് നിറം മാറാനുള്ള കഴിവ് ഉണ്ട്. ഇതാണ് ഓന്തിൻ്റെ പ്രത്യേകത. ക്വസ്റ്റ്യൻ നമ്പർ 4. പരുന്തിൻ്റെ പ്രത്യേകത എന്ത്? പരുന്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ശക്തി വളരെ കൂടുതലാണ്. ഇതാണ് പരുന്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും നോട്ട് മനസ്സിലായി കാണുമെന്ന് ടീച്ചർ കരുതുന്നു. എല്ലാവരും എഴുതണം, എഴുതി പഠിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ടെസ്റ്റ് പേപ്പർ ഇടാം. ഇത് ടെസ്റ്റ് പേപ്പർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലെസൺ തുടങ്ങാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. Hello, good morning my dear kids. How are you? Fine? All are fine? Okay, all are safe at your home? Okay. So, today, which day is today? Today is 13th June 2021, Wednesday. And you all are studying in class 3rd standard. What is the name of your school? The name of your school is Kalalaya Public School. And you are learning English subject. Which subject you are learning? You are learning English. Okay. Teacher, കഴിഞ്ഞ ക്ലാസ് ടീച്ചർ നിങ്ങളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇന്ന് ടുമാറോ, നാളെ വ്യാഴാഴ്ച there is a test paper. There will be a test paper for you. നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട് അല്ലെ? ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ. അതിലെ ഹാർഡ് വേർഡ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാവരും പഠിക്കാം. അപ്പൊ ടീച്ചർ ഇന്ന് നിങ്ങൾക്കൊരു റിവിഷൻ നടത്തുകയാണ്. റിവിഷൻ. ഓക്കെ, ടീച്ചർ ഈസ് ഗോയിങ് ടു റിവൈസ് യു
The poem The Good Boy. Good Boy എന്നുള്ള പോയം ടീച്ചർ എല്ലാവർക്കും റിവൈസ് ചെയ്യണം. ആരാ? ഓക്കെ, നോക്കാം. ടീച്ചർ ഒന്നേന്ന് ആദ്യം മുതൽ ടീച്ചർ വായിക്കാൻ പോവുകയാണ്. അതുപോലെ അതിന്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ട്, അത് വായിക്കാൻ പോവുകയാണ്. എല്ലാം ടീച്ചർ വായിക്കാൻ പോവുകയാണ്. ഓക്കെ, ആ റെഡി? പോയം ടീച്ചർ 2 times വായിക്കും. അതിന്റെ ഹാർഡ് വേർഡ്സ് ടീച്ചർ ചോദിക്കും. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇത് രണ്ടും എല്ലാവരും പഠിച്ചിരിക്കാം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. ഓക്കെ, all of you keep your finger on your textbook. See, a good boy. Okay, I woke before the morning. I was happy all the day. I never said an ugly word, but smiled and stuck to play. And now at last the sun is going down behind the wood, and I am very happy, for I know that I have been good. My bed is waiting cool and fresh, with lines smooth and fair, and I must off to sleep in by and not forget my prayer. I know that till tomorrow I shall see the sun arise. No ugly dream shall fright my mind, no ugly sight my eyes. But slumber hold me tightly till I wake in the dawn, and hear thrushes swinging in the lilies round the lawn. Okay, one more time. I work, W-O-K-E, work before the morning. I was happy all the day. I never said an ugly word, but smiled and stuck to play. And now at last the sun is going down behind the wood, and I am very happy, for I know that I have been good. My bed is waiting cool and fresh, with lines smooth and fair, and I must off to sleep in by and not forget my prayer. I know that till tomorrow I shall see sun arise. No ugly dream shall fright my mind, no ugly sight my eyes. But slumber hold me tightly till I wake in the dawn, and heard the thrushes singing in the lilacs round the lawn. The poem was written by R.L. Stevenson. R.L. Stevenson. The name of the poem, A Good Boy. Okay, see first question. Where did the boy wake? Tick the correct answer. The boy waked before the morning. Second question. Which of the following is false? Tick the answer. The boy was happy all the day. The boy was happy because he was good. The answer is the boy forget his prayer. That is false one. Daily the boy has to pray. Turn the page. Next question. What will no ugly dream frighten the boy's mind? Why? No ugly dream will frighten the boy's mind because he prays before going to bed. Understand all of you? One more time, teacher is going to read the text, question and answer. Okay. Why will no ugly dream frighten the boy's mind? What is the reason? എന്താ കാരണം ബോയുടെ മനസ്സിനെ പേടിപ്പിക്കാത്തത്? Because no ugly dreams will frighten the boy's mind because he prays before going to bed. അല്ലേ, ബെഡിൽ പോകുന്നതിന് മുന്നേ കുഞ്ഞ് എന്ത് ചെയ്യുമായിരുന്നു? എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒന്നുകൂടെ നോക്കിയേ. No ugly dream will frighten the boy's mind because he prays before going to bed. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. What will the boy hear the next morning when he wake up? അപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് കുഞ്ഞ് ഉണർന്നപ്പോൾ എന്താ സംഭവിച്ചത്? ബോയ് ഉണർന്നപ്പോൾ എന്താ സംഭവിച്ചത്? The next morning the boy will hear the thrushes singing in the lilacs round the lawn. അല്ലേ, പുൽമേടുകളിൽ ആര് പാടുന്നതെന്ന് കേട്ടത്? നല്ലൊരു ലിറിക്സ് സോങ് ആണ് കേട്ടത്. സൗണ്ട് എന്താ കേട്ടത്? The next morning the boy will hear
the thrushes singing in the lilacs round the lawn. Write 3 good things of the boy did in the course of the day. അപ്പോൾ ഈ ബോയ്ക്ക് ഒരുപാട് ഗുഡ് ഹാബിറ്റ്സ് ഉണ്ട്. ഏതൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ആണ് ആ കുട്ടിക്ക് ഉള്ളതെന്നുള്ളത് എഴുതുക. റൈറ്റ് 3 ഗുഡ് തിങ്സ് ദ ബോയ് ഡിഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദ ഡേ. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഹി വേക്ക് അപ്പ് ബിഫോർ മോർണിംഗ്. ഫസ്റ്റ് വൺ എന്താണ്? ആ കുഞ്ഞ് രാവിലെ എണീക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും? എണീക്കും. ഹി വേക്ക് അപ്പ് ബിഫോർ ദ മോർണിംഗ്. പിന്നെന്താണ്? ഹി പ്രേയേഴ്സ് എവറി ഡേ. അല്ലേ, എല്ലാ ദിവസവും ആ കുഞ്ഞ് എന്ത് ചെയ്യും? പ്രേയർ ചെയ്യും. നാമം ജപിക്കുന്ന ഉറങ്ങുന്നതിന് മുന്നേ അല്ലേ. പിന്നെന്താണ്? ഹി പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ടീച്ചർ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എല്ലാവരും ഇത് നല്ലവണ്ണം വായിച്ച് പഠിക്കണം. ഓക്കെ ഓക്കെ. ഇനി ടെക്സ്റ്റിൻ്റെ എക്സസൈസ് ഒക്കെ ടീച്ചർ തന്നിട്ടുണ്ട് അല്ലേ. നോക്കാം, പ്രൊണൗൺസിയേഷൻ ആണ്. ഡേ, പ്ലേ, വേ, വേ, റേ, മേ. ഇതെന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ് അല്ലേ. ടീച്ചർ റൈമിംഗ് വേർഡ്സ് പറഞ്ഞു. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം പ്രൊണൗൺസിയേഷൻ ആണ്, പക്ഷെ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. നോക്കിയേ, വുഡ്, ഗുഡ്, ഷൂട്ട്, വുഡ്, കുഡ്, ഹുഡ്. കണ്ടോ? അടുത്ത് നോക്കിയേ, ഫെയർ, പ്രയർ, ഹെയർ, ദെയർ, കെയർ, ഷെയർ. അടുത്ത നോക്കിയേ, എറൈസ്, ഐസ്, ട്രൈസ്, ഫ്രൈസ്, ക്രൈസ്, ബൈസ്. മനസ്സിലായോ? ഒന്നുകൂടെ നോക്കാം. വേ, WAY, വേ, RAY, റേ, ദെൻ വാട്ട്? MAY, മേ. ഒന്നുകൂടെ വായിച്ചേ. ഡേ, പ്ലേ, വേ, വേക്ക്, വേ, റേ, മേ. അടുത്ത നോക്കിയേ, വുഡ്, ഗുഡ്, ഷുഡ്, വുഡ്, WOULD, വുഡ്, COULD, കുഡ്. അടുത്ത നോക്കിയേ, HOOD, ഹുഡ്. ഫെയർ, പ്രയർ, ഹെയർ, ദെയർ, ദെയർ സ്പെല്ലിംഗ് THERE, ദെയർ. കെയർ, CARE, കെയർ. ഷെയർ, SHARE, ഷെയർ. അടുത്ത നോക്കിയേ, എറൈസ്, ഐസ്, ട്രൈസ്, ഫ്രൈസ്, FRIES, ഫ്രൈസ്, CRIES, ക്രൈസ്. അടുത്ത വേർഡ് എന്താണ്? ബൈ, BUYS, ബൈസ്. ഇതാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ റൈമിംഗ് വേർഡ്സ്? അപ്പം ഈ പാഠത്തിൽ ദ ഗുഡ് ബോയ് എന്ന് പറഞ്ഞ പാഠത്തിൽ ഹാർഡ് വേർഡ്സ് പഠിക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക. ടീച്ചർ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തോളൂ. പിന്നെ എന്ത് പഠിക്കുക? റൈമിംഗ് വേർഡ്സും പഠിക്കാം. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ.